നെക്സ്റ്റ് ഒരു സൂപ്പർ പൊസിഷൻ തിയറം വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. വെരിഫൈ സൂപ്പർ പൊസിഷൻ തിയറം. ഇവിടെ നമുക്ക് 3 സോഴ്സസ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരു 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 5 വോൾട്ട് സോഴ്സ് ഉണ്ട്, ഒരു 2 ആംപിയറിൻ്റെ കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് 2 or more സോഴ്സസ് ഉണ്ടെങ്കിൽ ഓരോ സോഴ്സും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുക. ഓരോ സോഴ്സും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ്. ഇപ്പം നമുക്കിവിടെ പർട്ടിക്കുലർ റെസിസ്റ്ററിലെ കറണ്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ എല്ലാ ബ്രാഞ്ച് കറണ്ട്സും കൺസിഡർ ചെയ്യേണ്ടി വരും. സോ നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം വെരിഫൈ ചെയ്യേണ്ടി വരുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 3 സോഴ്സസും വയ്ക്കുമ്പം കിട്ടുന്ന കറണ്ടും തന്നെയാണോ ഓരോന്നും സെപ്പറേറ്റായിട്ട് സോഴ്സസ് കണക്ട് ചെയ്ത് ആൾജിബ്രായിക് സം എടുക്കുമ്പോൾ കിട്ടുന്നത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഫിഗറിലെ പോലെ തന്നെ 3 സോഴ്സസും കണക്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാണ്. അതിനാണ് ഇവിടെ വോൾട്ടേജ് വി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ കറണ്ട് വോൾട്ടേജ് നമ്മളൊരു നോഡിൻ്റെ ഹയർ പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ നിന്നെല്ലാം കറണ്ട് ഫ്ലോ നോഡിൽ നിന്ന് പോകുന്നതായിട്ടാണ് കറണ്ട് എടുക്കേണ്ടത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു വോൾട്ടേജ് സോഴ്സ് നോഡ് പൊട്ടൻഷ്യൽ വി എന്നെടുക്കുന്നു. സോ നമുക്കിനി നേരത്തെ പറഞ്ഞ പോലെ KCL, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ KCL നോഡിൻ്റെ KCL എഴുതി. ദാറ്റ് ഈസ് ഈ ഒരു ടെർമിനൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിട്ടാണ് വരുന്നത്. സോ ഗ്രൗണ്ട് വരുമ്പം ഈ ഒരു പർട്ടിക്കുലർ നോഡിലെ ഇക്വേഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് വി. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിലെ കറണ്ട് എങ്ങനെ വരും? പൊട്ടൻഷ്യൽ വി, ഇവിടെ ഓൾറെഡി ഒരു സോഴ്സ് ഉണ്ട്, അതിൻ്റെ പോസിറ്റീവിലോട്ടാണ് ഫ്ലോ വരുന്നത്. സോ വി -15 എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു കറണ്ട് എൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പം 3 കറണ്ട് വേണം. ഇവിടേക്ക് ഒരു കറണ്ട്, ഇങ്ങനെ 3 കറണ്ടാണ് ഈ നോഡിൽ നിന്ന് പോകുന്നത്. സോ ഫസ്റ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതാണ് ഹയർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ വി -15 എന്നുവെച്ചാൽ ഇതിൻ്റെ ടെർമിനൽ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയതുകൊണ്ടാണ് വി -15 എന്ന് എഴുതുന്നത്. ഇനി തിരിച്ചിത് കണക്ട് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നെങ്കിൽ വി +15 എന്ന് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം. സോ വി -15 ആണ് അവിടുത്തെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 10 ohm. അപ്പോൾ അവിടുത്തെ കറണ്ട് കിട്ടി. I = V/R ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ I എന്ന് പറയുന്നത് V/R ആണ്. സോ വോൾട്ടേജ് ഇസ് V -15, റെസിസ്റ്റൻസ് ഇസ് 10 ohm. V -15/10 കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിലെ കറണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ എടുത്തത്, പക്ഷേ ഓൾറെഡി ഒരു സോഴ്സ് ഉണ്ട് 2 ആംപിയർ, അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -2 ആംപിയേഴ്സ്. ദെൻ അഗെയിൻ ഇവിടുത്തെ നിങ്ങൾക്ക് പറയാമല്ലോ വി, ഇവിടെ കണ്ടോ ഡയറക്ഷൻ. സോ വി -5 ആണ് പൊട്ടൻഷ്യൽ ബൈ 10. ഇതാണ് KCL ഓഫ് ദിസ് പർട്ടിക്കുലർ നോഡ്. ഇത് ബേസാണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ നോഡിൻ്റെ KCL നമ്മൾ എഴുതി. ദെൻ ഇതിനകത്തൊരു അൺനോണേ ഉള്ളൂ, ദാറ്റ് ഇസ് വി. ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം, സോൾവ് ചെയ്യാം. V/10 + V/10 is V/5 -2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു V = 20 എന്ന്. അപ്പം നമുക്കിവിടെ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട്, അപ്പം വി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് എളുപ്പമാണ്. ഇറ്റ് ഈസ് ഫസ്റ്റ് കറണ്ട് I1. ഫസ്റ്റ് കറണ്ട്, ഇവിടുത്തെ കറണ്ട് I1 എന്തായിരിക്കും? ഓൾറെഡി നമുക്കറിയാം V -15/10. അപ്പം വി എന്താണ്? 20 -15/10 ചെയ്യുക. I2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി -2 ആണ്. അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. 0.5 ആംപിയറിൻ്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയത്, നമ്മളെടുത്ത ഡയറക്ഷൻ തന്നെയാണ്, അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ I2 എന്ന് പറഞ്ഞാൽ -2 ആംപിയർ. അപ്പോൾ നമ്മളെടുത്ത ഡയറക്ഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ്. ഓൾറെഡി അറിയാം, അവിടെ സോഴ്സ് ഉണ്ട്. ദെൻ I3യുടെ കാര്യം ഇതുപോലെ തന്നെ V -5/10 ചെയ്യുമ്പോൾ 1.5 ആംപിയർ കിട്ടും, നമ്മളെടുത്ത ഡയറക്ഷൻ തന്നെ. അപ്പോൾ നമ്മളെടുത്ത ഡയറക്ഷൻ എല്ലാം എങ്ങനെയായിരുന്നു? ഈ നോഡിൽ നിന്ന് കറണ്ട് പോകുന്നതായിട്ടാണ്. അപ്പം എടുത്ത ഡയറക്ഷനിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയ ആ ഡയറക്ഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇനി കിട്ടിയ ഡയറക്ഷൻ തിരിച്ചാണെങ്കിൽ മൈനസ് വാല്യൂ വന്നിരുന്നേനെ. ഇനി നമ്മൾ 15 വോൾട്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു. 15 വോൾട്ട് സോഴ്സ് കൺസിഡർ ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഒരു കറണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു, അതിനെ ഷോർട്ട് ചെയ്തു.
ഒരു 2 ആമ്പിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു അതിനെ ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. സോ നമുക്ക് 15 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടുകൾ നമുക്ക് കൺസിഡർ ചെയ്യണം. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഓൾറെഡി ഇത് ഓപ്പൺ സർക്യൂട്ട് ടെർമിനലാണ്. സോ ഈ ടെർമിനൽ ഇനി കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല, കറണ്ട് ഫ്ലോ ഇല്ലല്ലോ. സോ നമ്മളതിനെ റീഡ്രോ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എന്താണ്, ഈ ഒരു വാല്യൂസ്, ഈ ഒരു ബ്രാഞ്ച് നമുക്ക് വേണ്ട, ഇത് ഓപ്പണാണ്. സോ കറണ്ട് ഫ്ലോ അവിടെ നടക്കത്തില്ല. സോ നമ്മൾ 15 വോൾട്ടിൽ നിന്ന് കറണ്ട് ഇങ്ങനെ ഈ ഒരു ലൂപ്പിലാണ് ഫ്ലോ ചെയ്യുന്നത്. 15, 10 ohm ആൻഡ് 10 ohm ഇൻ സീരീസ്. അപ്പോൾ 10 സീരീസ് വരുമ്പോൾ എത്ര വരും? 20 ohms വരിക. ദെൻ നമുക്ക് അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇസ് ഈക്വൽ ടു V/R ആണ്. ഓൾറെഡി നമുക്കറിയാം V ഈസ് 15. അപ്പോൾ 15/20 ohm എന്ന് കിട്ടും. 15/20 ഈസ് 0.75 ആംപിയേഴ്സ്. 0.75 ആംപിയേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ 0.75 ആംപിയർ ആണ് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഇങ്ങനെ ഈ ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്നത്. സോ I1 എന്ന് പറയുന്നത് 0.75 ആംപിയർ ആണ്. I3 0.75 ആംപിയർ ആണ്. പക്ഷേ I2 മാത്രം എന്തായി? 0 ആംപിയർ ആയി. ഏതാണ് ഈ I1, I2, I3 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്ന കറണ്ട് ഈ ഡയറക്ഷനിലാണ്, ഇവിടെയും ഈ ഡയറക്ഷനിലാണ്. ഇവിടെ എന്തെങ്കിലും കറണ്ട് ഉണ്ടോ? ഇല്ല. I2 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു കറണ്ടിൻ്റെ വാല്യൂ ഇല്ല. ദെൻ നേരത്തെ എടുത്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ഈ ബ്രാഞ്ചിൽ കറണ്ട് വന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു സോഴ്സ് വയ്ക്കുമ്പോൾ ഉള്ള കറണ്ട് കിട്ടി. ദെൻ അടുത്ത സെക്കൻഡ് വോൾട്ടേജ് സോഴ്സ് ഏതാ? 5 വോൾട്ടിൻ്റെ സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു. 5 വോൾട്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ടെർമിനലായി, കറണ്ട് സോഴ്സ് ഇല്ല. ഇവിടെ ഷോർട്ട് സർക്യൂട്ടും ആയി. സോ അങ്ങനെ നമ്മൾ റീഡ്രോ ചെയ്തെടുത്തപ്പം ഇങ്ങനൊരു ലൂപ്പ് മാത്രമേ വരുള്ളൂ. സോ ഇവിടെയും I2 ആദ്യമേ നമുക്ക് എഴുതാം, ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് 0 ആംപിയർ ആണ്. ദെൻ അഗെയിൻ നേരത്തെ പോലെ തന്നെ 10 ആൻഡ് 10 ആർ ഇൻ സീരീസ് 20 ohm. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 5 ബൈ ഏതാ 10 + 10 20. അതാണ് അവിടുത്തെ കറണ്ട്. ഇതൊരു സിംഗിൾ ലൂപ്പാണ്. സോ കറണ്ട് സെയിം ആയിരിക്കും, സീരീസ് ആണ്. 0.25 ആംപിയേഴ്സ് ആണ് കിട്ടുന്നത്. ഡയറക്ഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അൾജിബ്രായിക് സമ്മാണ് എടുക്കേണ്ടത്, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ I3 ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇത് കറക്റ്റായിട്ടാവുന്നത് I2 0 ആണ്. ഇനി നമ്മൾ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു. കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? കറണ്ട് സോഴ്സ് കൺസിഡർ ചെയ്യുമ്പം ഈ 2 വോൾട്ടേജ് സോഴ്സസും ഷോർട്ട് സർക്യൂട്ടാണ്. സോ കറണ്ട് ഡിവിഷൻ നമ്മളവിടെ കാണിക്കണം. കറണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ കയ്യിൽ ലൂപ്പുണ്ട്. കറണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കറണ്ട് I2 ഈ സോഴ്സ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കറണ്ട്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് KCL, ഈ നോഡിൻ്റെ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ V എടുക്കുന്നു. അപ്പം ആദ്യം കണ്ടുപിടിച്ച V ആയിരിക്കണമെന്നില്ല. ഇവിടെ നമ്മളൊരു സിംഗിൾ സോഴ്സേ വെക്കുന്നുള്ളൂ. സോ V ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ. ഡസ് ഈ ഡയറക്ഷനിലുള്ള കറണ്ട് എങ്ങനെ കിട്ടും? V ആണ് വോൾട്ടേജ്. ഇവിടെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ? ഇവിടെ ഒരു സോഴ്സ് കൂടെ ഉണ്ടെങ്കിൽ മൈനസ് സംതിങ് പ്ലസോ അങ്ങനെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് വരും. പക്ഷെ ഇവിടെ സോഴ്സ് ഒന്നുമില്ല. സോ V ഡിവൈഡഡ് ബൈ എന്ത് വരും? 10 എന്നാണ് ഈ കറണ്ട് കിട്ടുന്നത്. അപ്പോൾ അടുത്ത കറണ്ട് ഏതാ? ഇവിടെ നിന്ന് പോകുന്ന കറണ്ട് V, അഗെയിൻ അതും എന്ത് തന്നെയാണ്? V ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 2 കറണ്ട് കിട്ടി. ദെൻ ഇവിടുന്ന് പോകുന്ന ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് -2. അത്രയേ ഉള്ളൂ. V/10 ഉണ്ടല്ലേ, V/10 മൈനസ് V/10 -2 പ്ലസ് V/10 = 0. അപ്പോൾ നമുക്ക് V = 10 വോൾട്ട് എന്ന് കിട്ടും. ദെൻ V = 10 വോൾട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ അറിയാമല്ലോ. V 10 വോൾട്ട് ആണെങ്കിൽ V/10 ആണ് ഈ ബ്രാഞ്ചിലെ കറണ്ട്, 1 ആംപിയർ എന്ന് കിട്ടി. ദെൻ ഇവിടുത്തെ കറണ്ട് എന്താ? V/10 തന്നെ, അതും 1 ആംപിയർ എന്ന് കിട്ടി. പിന്നെ ഈ ബ്രാഞ്ചിലെ കറണ്ട് ഓൾറെഡി അറിയാം, 2 ആംപിയർ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുക്കേണ്ടത്, കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ -2 ആംപിയേഴ്സ് എഴുതാം. ദെൻ ഈ വാല്യൂസ് എല്ലാം നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂസും ഇതുമായിട്ട് സം ചെയ്യുക. ഏതാ? ഓൾറെഡി നമുക്ക് I1 എന്ന് പറഞ്ഞ് നമ്മൾ 3 സോഴ്സും വെച്ചപ്പം നമുക്ക് കിട്ടിയ കറണ്ടും
നമുക്ക് ഈ 2 സോഴ്സ് അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. I1 ഈസ് 3 സം എഴുതിയിരിക്കുന്നത് എന്താ, നമ്മൾ 3 സോഴ്സും സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഏതാ, 15 വോൾട്ടിൻ്റെ സോഴ്സ്, 5 വോൾട്ടിൻ്റെ സോഴ്സ്, അതുപോലെ കറണ്ട് സോഴ്സ് 2 ആംപിയറും വയ്ക്കുമ്പോൾ കിട്ടുന്ന ഓൾജിബ്രായിക് സം 0.5 ആംപിയർ എന്ന് കിട്ടി. അതുപോലെ I2ൽ 2 വാല്യൂവും 0 0 ആയിരുന്നു, സോ -2 ആംപിയർ എന്ന് കിട്ടി. അഗെയിൻ I3 എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് സോഴ്സസിൻ്റെയും സം 1.5 ആംപിയർ എന്ന് കിട്ടി. സോ അതിൻ്റെ ഡയറക്ഷനും നോട്ട് ചെയ്യുക. സോ തിയറം ഈസ് വെരിഫൈഡ്.